നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിന്റെയും സാഹചര്യങ്ങളുടെയും പേരിൽ മറ്റൊരാളുടെ പരിഹാസത്തിന് പാത്രമാകേണ്ടി വന്നിട്ടുണ്ടോ? എങ്കിൽ ഈ കഥ നിങ്ങൾക്ക് നൽകുന്ന പാഠം അമൂല്യമാണ്. നിങ്ങളുടെ പശ്ചാത്തലമാണ് നിങ്ങളുടെ കരുത്ത്. എബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ സെനറ്റ് ഹാൾ. ലിങ്കൻ തന്റെ കരിയറിലെ ഏറ്റവും വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്നു. ആഡംബരവും അധികാരവും കുത്തകയാക്കി വെച്ചിരുന്ന പ്രഭുക്കന്മാരുടെ ഒരു ഉറച്ച കോട്ടയായിരുന്നു അന്നത്തെ അമേരിക്കൻ സെനറ്റ്. ആ വരേണ്യവർഗത്തിന്റെ അഹങ്കാരത്തിന്റെ മുന്നിലേക്കാണ് ഒരു ചെരുപ്പ് കുത്തിയുടെ മകൻ ആത്മവിശ്വാസം കൊണ്ട് ചുവട് വെച്ച് കയറിയത്. ലിങ്കന്റെ സ്ഥാനാരോഹണം സെനറ്റിലെ ധനികരായ പലർക്കും ഒരു വലിയ മുറിവായിരുന്നു. ഒരു സാധാരണക്കാരൻ ധനികരായ ഞങ്ങളെ ഭരിക്കുന്നുവോ എന്നതായിരുന്നു അവരുടെ ചിന്ത. ചടങ്ങുകൾ തുടങ്ങിയപ്പോൾ സദസ്സിൽ നിന്ന് അതിസമ്പന്നനായ ഒരു സെനറ്റർ എഴുന്നേറ്റു പരിഹാസം കലർന്ന വാക്കുകളിൽ പറഞ്ഞു, മിസ്റ്റർ ലിങ്കൻ, നിങ്ങളുടെ പിതാവ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ചെരുപ്പ് കുത്തിയായിരുന്നു. ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പുകൾ പോലും അദ്ദേഹം കുത്തിയതാണ്. ആ ചെരുപ്പ് കുത്തിയുടെ മകനാണോ ഇപ്പോൾ ഞങ്ങളെ ഭരിക്കാൻ വന്നിരിക്കുന്നത്? പുച്ഛത്തോടെയുള്ള ഈ വാക്കുകൾ കേട്ട് ഒരു വിഭാഗം സെനറ്റർമാർ ലിങ്കനെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. അവർ കരുതിയത് അത് കേട്ട് ലിങ്കൻ തകർന്നു പോകുമെന്നാണ്. ലിങ്കൻ ആ സെനറ്റർമാരെ ശാന്തമായി നോക്കി. എന്നിട്ട് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, താങ്കൾ പറഞ്ഞത് സത്യമാണ്. എന്റെ പിതാവ് താങ്കളുടെ കുടുംബത്തിന് വേണ്ടി ചെരുപ്പുകൾ കുത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആ തൊഴിലിൽ ഒരു മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം തുന്നിയ ചെരുപ്പുകൾ പോലെ മികവുറ്റത് മറ്റൊരാൾക്കും തുന്നാൻ സാധിച്ചിരുന്നില്ല. എന്റെ പിതാവിനെ കുറിച്ച് എനിക്ക് വലിയ അഭിമാനമാണ് തോന്നുന്നത്. സെനറ്റ് നിശബ്ദമായി. എല്ലാ കണ്ണുകളും ലിങ്കനെ നോക്കി. ലിങ്കൻ ആ സെനറ്ററുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, താങ്കളുടെ ചെരുപ്പുകൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്നോട് പറയാം. എനിക്ക് ചെരുപ്പ് തുന്നാൻ അറിയില്ല, പക്ഷേ അത് നന്നാക്കാൻ എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പരാതി ഉണ്ടെങ്കിൽ ആ ചെരുപ്പുകൾ എനിക്ക് തരൂ, ഞാൻ നന്നാക്കി തരാം. തന്റെ അച്ഛന്റെ തഴമ്പിച്ച കൈകളെയും വിയർപ്പിന്റെ ഗന്ധത്തെയും ലോകത്തിനു മുമ്പിൽ ഉയർത്തിക്കാട്ടുകയായിരുന്നു ലിങ്കൻ ചെയ്തത്. ആ തഴമ്പുകളെ തന്റെ വിജയകിരീടത്തിലെ തൂവലുകളാക്കി മാറ്റി. നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്നതല്ല, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ ഔന്നത്യം. ആ നിമിഷം മുതൽ ലിങ്കൻ വെറും ഒരു പ്രസിഡന്റ് അല്ല, മറിച്ച് തലമുറകൾക്ക് സ്വന്തം വേരിൽ അഭിമാനം കൊള്ളാൻ പഠിപ്പിച്ച ഒരു ഇതിഹാസമായി മാറി. അച്ഛന്റെ വിയർപ്പിന്റെ ഗന്ധം നിങ്ങളുടെ വിജയത്തിന്റെ ഇന്ധനമാണെന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ വിജയം. വേരുകളിൽ അഭിമാനം കൊള്ളുന്നവനെ തോൽപ്പിക്കാൻ മറ്റാർക്കും കഴിയില്ല. ഒരാൾ എവിടെ നിന്ന് വന്നു എന്നതല്ല, അയാൾ എവിടെ നിൽക്കുന്നു എന്നതാണ് അയാളുടെ മൂല്യം നിർണ്ണയിക്കുന്നത്. നമ്മുടെ പശ്ചാത്തലം നമ്മുടെ പരിമിതികളല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്